ട്രിപ്പിൾ ഹോംശാന്തി. ഞാൻ ആദ്യം ഉണ്ടാവും ഞാൻ പറയണില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ആദ്യം വരണം ഒരു താല്പര്യമില്ല. താല്പര്യം വേണ്ടേ? സംഗതി ലക്ഷ്മി നാരായണൻ നല്ല പാർട്ടാണ്. കഠിനമായി പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഒരു ലക്ഷ്മി നാരായണൻ ആവാൻ കഠിനമായി പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഉത്തമത്തിലെത്താൻ ഇച്ചിരി പരിശ്രമിക്കണം. ലക്ഷ്മി നാരായണന്മാരിൽ കനിഷ്ഠത്തിൽ ഒരുപാട് പേരുണ്ട്. കനിഷ്ഠം തന്നെ പാപികളല്ല. 16 കല്ലായിരിക്കും, സർവഗുണ സമ്പന്നമായിരിക്കും, എല്ലാം കൊണ്ടും ആണെങ്കിലും 8ലോ 108ലോ 16,108ലോ വരാത്ത ബാക്കിയുള്ളവർ 9 ലക്ഷത്തിൽ നിന്ന് 16,108 കുറച്ചാൽ ബാക്കി എത്ര? കാൽക്കുലേറ്റർ എടുത്ത് കുറയ്ക്കണം. എനിക്ക് ഈ മറ്റേ മനക്കണക്ക് അത്ര അറിയില്ല. ഞാനോട്ട് കുറച്ചിട്ട് അതിന്റെ റിസൾട്ട് അറിയില്ല. അങ്ങനെ കുറച്ചാൽ കിട്ടുന്ന സംഖ്യയില്ലേ, ആ സംഖ്യയിലുള്ള ആളുകൾക്ക് വലിയൊരു ലക്ഷങ്ങളുണ്ട്. എത്ര ലക്ഷം വരും? ഏകദേശം 16,108 9 ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കുമ്പോ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷത്തിൽ ചില്ലാൻ വരുന്നുണ്ട്. 1 ലക്ഷത്തിൽ നിന്ന് 16,108 കുറച്ചാൽ തന്നെ എത്രയാ വരുന്നത്? 1 ലക്ഷത്തിൽ നിന്ന് 16,108 കുറയ്ക്കുമ്പോ തന്നെ എന്തായാലും ആ 8 ലക്ഷത്തി ചില്ലാനോളം വരുന്ന ലക്ഷ്മി നാരായണന്മാർക്ക് അത്ര പ്രയാസമില്ല 16 കല സമ്പന്നമാവാനും മര്യാദ പുരുഷോത്തമനാവാനും വലിയ പ്രയാസമില്ല. പക്ഷെ ഈ ബാക്കിയുള്ളവരില്ലേ 16,108 അവർക്ക് ആയിത്തീരാൻ കുറച്ചും കൂടെ കഠിനമായ പ്രയാസമുണ്ട്. അവരെവിടുന്നൊക്കെ വരും, എങ്ങനെയൊക്കെ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. അവരിൽ നല്ലൊരു ശതമാനം ഇന്ന് സിസ്റ്റേഴ്സായിട്ടും ദാദിമാരായിട്ടും വർഷങ്ങളോളം ബാബയുടെ കാര്യങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്ത് സറണ്ടറായി കന്യകയായിട്ടോ അല്ലെങ്കിൽ കുമാരനായിട്ടോ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ആയിരിക്കൊള്ളണമെന്നില്ല. ഇല്ല ഇല്ല ഇല്ല. കാരണം അവർക്ക് എല്ലാ അനുഭവം ഉണ്ടാവും. അനുഭവം കൂടുതലുണ്ടാവും കുടുംബസ്ഥന്മാർക്ക്, കുടുംബിനിമാർക്ക്, അമ്മമാരിൽ നിന്നും അച്ഛന്മാരിൽ നിന്നും ഒക്കെ ഈ കൂട്ടർ ജനിക്കപ്പെടും. സാധ്യതകളാണ്. കാരണം അവർക്കാണ് കൂടുതൽ പരീക്ഷകൾ ഉണ്ടാവും. പരീക്ഷകളെ വളരെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ ഇവർക്കേ കഴിയൂ. പരീക്ഷകളെ വളരെ തന്മയത്വത്തോടു കൂടി. അതേ കുടുംബസ്ഥന്മാര് ഒരുപാട് പേര് ബാബയുടെ സെന്റർ നല്ല വൃത്തിയിൽ നോക്കുന്നവരും, കുടുംബം നോക്കുന്നവരും, സെന്റർ നോക്കുന്നവരും, നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന കൂടി 2 കൂട്ടർ കിട്ടാം. ഭാര്യ ആയാലും ശരി, ഭർത്താവായാലും ശരി, മക്കൾ, അങ്ങനെയുള്ള ഒരു വലിയൊരു കൂട്ടർ. അതെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 16,108 പേരും വരിക. ബ്രഹ്മ ബാബ ഭാര്യയും കുട്ടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നാല് നമ്മമ്മയോ ഭാര്യയും കുട്ടികളും ഭർത്താവും കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നല്ല വന്നത്. പക്ഷെ നമ്മ പാസ്സായി, പക്കാ പാസ്സായി, ലക്ഷ്മിയായി, ഉയർന്ന ഇതിലേക്ക് എത്തി. നല്ലോണം ചിന്തിച്ചാൽ മതി. എന്നിരുന്നാലും കുടുംബസ്ഥന്മാരെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അമ്മയുടെ സംസ്കാരം തന്നെ പക്ക പ്യുവർ 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 പ്യുവറായി. പക്ഷെ എവിടേക്കോ കണക്കുകൾ. മമ്മയ്ക്ക് ക്യാൻസർ വന്നപ്പോ ദാദയ്ക്ക് ഒന്നേ പറയാണ്ടായിരുന്നു, കർമ്മകണക്ക്. സാധനം കർമ്മകണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ഈ കൊലപാതകം ചെയ്യപ്പെടുന്ന അവരുടെയൊക്കെ അവസ്ഥ, ഹമാസിലെ നേതാക്കന്മാര്, ഇസ്രായേലിലെ നേതാക്കന്മാര്, നമ്മുടെ ഈ പറഞ്ഞ ഹൈന്ദവരിൽ തന്നെ നിരവധി കൊലപാതക ശൃംഖലകൾ അതാണല്ലോ ഇപ്പൊ ഈ ഒരു സിനിമയിൽ തന്നെ ബജറംഗികള് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യും? അവസാനം വരും വെട്ടും കുത്തും പിടി തന്നെ. അതെവിടെയായിരുന്നു? ഇപ്പൊ
ഇപ്പൊ അന്ന് അങ്ങനെ ചെയ്ത ആ വ്യക്തിയുടെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് രാവിലെ കാണാനുണ്ട്. ആൾക്കന്ന് ആ ഒരു എതിർ സമൂഹത്തിലെ ആ ഒരു വ്യക്തികളിൽ കുട്ടികളെന്നോ വലിയവരെന്നോ ഒന്നും നോക്കാതെ തകർത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഒരു നല്ലൊരു ശതമാനം കിട്ടിയതാണ്. ഇന്നലെയോ ഞാനോ തുടങ്ങിയ സംഭവം അല്ല ഈ വിട്ടും കുത്തും. ദ്വാപര യുഗം മുതലേ തുടങ്ങിയത്. ദ്വാപര യുഗം മുതലേ തുടങ്ങിയതാണ്. അത് ഈ കലിയുഗം അവസാനം എത്തുമ്പോൾ കൂടുക തന്നെ ചെയ്യും. അവിടെ ഒരു ധർമ്മത്തിനെയും നമ്മൾ മോശം പറയണ്ട. ഓരോ ധർമ്മത്തിലുള്ളവരും അതിലുള്ള ക്രിമിനൽസ് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ആ ഒരു ക്രിമിനൽ വാസന ജനിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ അവരത് ചെയ്യുക തന്നെ ചെയ്യും. അതാരായാലും. ഹമാസ്, ഇസ്രായേല്, പിന്നെ നമ്മുടെ ബജരംഗി ദള്, അങ്ങനെ ഏതൊക്കെ വിധത്തില് കൊലപാതകത്തിനും മറ്റതിനുള്ള കുറച്ച് ടീമുണ്ടോ അവരത് ചെയ്യുക തന്നെ ചെയ്യും. മറ്റേതും ബലാത്സംഗമാണെങ്കിലും ശരി, കൊലപാതകമാണെങ്കിലും ശരി, എന്തും ആരൊക്കെ എങ്ങനൊക്കെ ചെയ്യുന്നവരുണ്ടോ അവര് ചെയ്യുക തന്നെ. അത്രയും മോശമായ രീതിയിൽ തന്നെയാണ് ഈ ഡ്രാമ വീണ്ടും അവസാനിച്ച് ഭാരതത്തില് സത്യയുഗം ആരംഭിക്കുക. ഭാരതം, ആ രഥം മുന്നോട്ട് പോകുന്നത് അവസാനം അങ്ങനെ തന്നെയാണ്. ഒരു സംശയമുണ്ട്. ഞാൻ ഇന്നത് പോസ്റ്റ് ചെയ്തിട്ട് ഇതൊരു 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞിട്ട് വലിയ ആളുകളൊക്കെ കാണാൻ ഇടയായാലും അവൻ അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബ്രഹ്മകുമാരീസിലുള്ളൊരു വ്യക്തിയല്ലേ ഈ പറയുന്നത്. ആ 5 വർഷം കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് എൻ്റെ അവസ്ഥ, ഞാൻ എവിടെ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് അപ്പോഴത്തെ സമയത്ത് ഈ പറഞ്ഞ പോലെ കൊട്ടേഷനും കാര്യങ്ങളൊന്നും ചെയ്ത് നമ്മുടെ കഴുത്തറുത്തിട്ടില്ലെങ്കിൽ ആരും അറുത്തിട്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണുള്ളത് അവിടെ വെച്ചിട്ട് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യും. കാരണം ഭാരതം വീണ്ടും സത്യയുഗമാവാൻ പോകും. സത്യം, ധർമ്മം, നീതി, അഹിംസ അങ്ങനെയുള്ള ധർമ്മമാവാൻ പോകും. അവിടെയാണ് ഇന്ന് എല്ലാ വിധത്തിലുള്ള ഹിംസകളും അനീതികളും എവിടെ പോയാലോട്ടാ, പോലീസ്, ജഡ്ജി, പട്ടാളം, എവിടെ പോയാലും ഇതേ ഉള്ളൂ. എവിടെ പോയാലും ഇപ്പൊ ഭാരതത്തിലായാലും ശരി, വേറെ ഏത് രാജ്യത്തിലായാലും ശരി, എല്ലായിടത്തും ഇത് കിടന്ന് വിളയാടും. ഇത് വിളയാടുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കർമ്മമാണ്. ഓരോരോ കർമ്മം ചെയ്യുന്നവനും ഒരട്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ ഒരു കൂട്ടം നേതാക്കളെ അല്ലെങ്കിൽ ഒരു കൂട്ടം സൈനികരെ പാകിസ്ഥാനിൽ ആക്രമിച്ചു. തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്. ആക്രമിക്കാൻ ഉത്തരവ് കൊടുത്തവൻ, ആക്രമിച്ചവൻ, ചെറിയ അതായത് പോയിട്ട് വെടിവെക്കുന്ന ഒരു പട്ടാളക്കാരനാണെങ്കിലും അതിന്റെ പിറകിൽ ഹവിൽദാരുണ്ടാവും, ഹവിൽദാറിന്റെ ബാക്കിൽ മേജർ ഉണ്ടാവും. അങ്ങനെ അതിന്റെയും ബാക്കിൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതിയുടെ ഒരു ഉത്തരവ് കിട്ടുമ്പോഴേ പോയി തമർത്തിയിട്ട് വാടാ മക്കളെ എന്ന് പറയുമ്പോ ഇവര് പോയി ചെയ്യുള്ളൂ. ചെയ്തവനും ചെയ്യിപ്പിച്ചവർക്കൊക്കെ പാപത്തിന്റെ പങ്കാളിത്തം. അവിടുന്ന് ഇങ്ങോട്ട് ചെയ്തവരും അവിടെ അനുഭവിക്കണം, ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തവരും അനുഭവിക്കണം. മാക്സിമം ഇത് ചെയ്യാതെ മുന്നോട്ട് പോവാന്ന് പറഞ്ഞാല് തീരുമാനമാവൂല. കാരണം എന്താന്ന് വെച്ചാൽ ഇറങ്ങിയിട്ടുണ്ട് ഒരു കൂട്ടരെങ്കിലും ഇവിടുന്ന് തിരിച്ചും ചെയ്യും. ആ രീതിയിൽ പണ്ട് അങ്ങനെ അത്ര ചെയ്യില്ല. വിട്ടുകൊടുത്ത് ഇന്ത്യ വിട്ടുകൊടുത്ത് പിസാക്കിയതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞതല്ല, ഇതല്ല എൻ്റെ ഇന്ത്യ, ഇതല്ല ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയുടെയും ഭൂട്ടാന്റെയും നേപ്പാളും ഈ പറഞ്ഞ ബംഗ്ലാദേശും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളൊരു പാർട്ടാണ്. ആ ഒരു ഭാഗത്താണ് സത്യാഗ്രഹം ആരംഭിക്കുക. അതായത് ഒരു രാജ്യം, ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളായിട്ട്
വേറിട്ടതും പീസ് പീസായതുമായ അതല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ചിത്രമല്ല ഭാരതം. ഇതെല്ലാം കൂടെ ഉള്ളൊരു ചിത്രമുണ്ട്. എല്ലാ രാജ്യങ്ങളും, ഇന്ന് നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും കൂടെ ഉള്ള ഒരു ചിത്രമുണ്ട്. അതാണ് ശരിയായ ഭാരതം, ആദ്യത്തെ ഭാരതം. 1-1-1 ലക്ഷ്മി നാരായണന്മാര് അണിഞ്ഞൊരുങ്ങി വന്ന് രാജ്യം ഭരിച്ചിരുന്ന ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ചുള്ള ഭാരതം. അതിസുന്ദരമായിരുന്നു. അത് പിന്നെ ഇങ്ങനെ പീസ് പീസാക്കിയതാണ്. അതിനാണ് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം 4 യുഗങ്ങളായിട്ട് പിരിഞ്ഞത്. 4 യുഗങ്ങളായി പിരിഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോ പീസ് പീസാക്കി എടുത്തു. എന്നാ നിങ്ങളാണ്ട് ഭരിച്ചോളി എന്ന് പറഞ്ഞിട്ട് സനാതന ധർമ്മത്തിലുള്ളവർ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തു. വെറുതെ ഇറങ്ങിയതല്ല, കർമ്മ കണക്കാണ്. കർമ്മം ചെയ്തപ്പോൾ പോയി ട്രിപ്പിളും ശാന്തി.